അല്ല, വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം നമുക്ക് അയ്യോ ഇതിന് നമ്മൾ കുറെ പ്ലാനിങ്ങിലാണ് വന്നത്. ഞാനിപ്പോൾ എനിക്ക് വേണേൽ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് 2 ദിവസം കഴിഞ്ഞിട്ടും ഇതിന്റെ കാര്യം കറക്റ്റായിട്ട് വോട്ടർ പട്ടികയിൽ വന്നില്ലെങ്കിൽ എനിക്ക് മത്സരിക്കാൻ പറ്റില്ല, കൂടുതൽ ആൾക്ക് മത്സരിക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മളിതെല്ലാം കൊടുത്ത് രാവിലെ നോമിനേഷന്റെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക. കാരണം ഇന്ന് രാവിലത്തോടു കൂടി എൻ്റെ പേര് എല്ലാം ക്ലിയർ ആയിട്ട് വരും. കാര്യം ഓൾറെഡി ഞാൻ ചങ്ങനാശ്ശേരിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോഴത്തേക്കിന് ഇതെല്ലാം വരും എന്നുള്ള കാൽക്കുലേഷൻ ഇരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് എനിക്കിപ്പം ഞാനത് ഓപ്പണായിട്ട് പറയുന്നത് ശരിയല്ല, അവിടുന്ന് പേപ്പർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു പോവാതെ. പിന്നെ ഞങ്ങൾ നേരെ ഇവിടുന്ന് ഡെപ്യൂട്ടി കളക്ടറെ കാണുന്നു, അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ജില്ലാ കളക്ടർ ചേതൻ സാറിനെ കാണുന്നു. അവരെയൊക്കെ കണ്ട് സംസാരിച്ച് വേണമെങ്കിൽ എനിക്ക് നോമിനേഷൻ കൊടുക്കാം. പക്ഷേ ആ കൊടുക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്കിനുമാണ് ഓൾമോസ്റ്റ് 2-3 ദിവസം കഴിയുമ്പോഴാണല്ലോ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം വരിക. ആ സമയത്ത് എന്തെങ്കിലും രീതി കൊണ്ട് ലിസ്റ്റിൽ പേരെങ്ങാനും വന്നില്ല എങ്കിൽ അത് പിന്നെ മൊത്തത്തിൽ ബാധിക്കും, ആർക്കും മത്സരിക്കാൻ പറ്റാതാവും. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കിനാണ് ഞാൻ സാബു സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ റിസ്ക് എടുത്ത് ഞാനിപ്പോൾ കൊണ്ട് നോമിനേഷൻ കൊടുത്തിട്ട് ആർക്കും ഇല്ലാതായി പോകുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി രാവിലെ എല്ലാം റെഡിയാക്കിയ സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരാളെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെയായിരിക്കും ഇനി മുന്നോട്ട് മത്സരിക്കുക. ആത്മാർത്ഥതയോടുകൂടി ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പ്. അതുകൊണ്ടാണല്ലോ ഞാൻ രാവിലെ എല്ലാം എടുത്ത് സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ അപ്പാർട്ട്മെന്റും എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് 11:30 മീറ്റിംഗ്, അങ്ങനെ ഓരോരോ മീറ്റിങ്ങുകൾ ഓരോരോ സ്ഥലത്ത് കുടമാളൂർ പോയി ആൾക്കാരെ കാണുന്നു, എല്ലാം പ്ലാൻ ചെയ്ത്. ഇത് സാധാരണ എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ്. കഴിഞ്ഞ വട്ടം വോട്ട് ചെയ്ത് ഇപ്പം ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ ഉള്ള സമയങ്ങളിലൊക്കെ തന്നെ ഞാൻ ദുബായിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അതും BJPക്ക് തന്നെ വോട്ട് ചെയ്ത്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ചെല്ലുമ്പോഴാണ് ലിസ്റ്റ് എടുത്ത് തന്നേക്ക്. എത്രയോ ആൾക്കാരുടെ ആണ് അവിടെ കെട്ടിക്കിടക്കുകയാണ്. കാരണം ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 15-ാം തീയതി ഇവർ ക്ലോസ് ചെയ്തു. അല്ല, വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഇതിന് നമ്മൾ കുറെ പ്ലാനിങ്ങിലാണ് വന്നത്. തിരിച്ചടി ഉണ്ടാകാതിരിക്കുന്നതിനാണ് ഇപ്പോൾ പിന്മാറുന്നത്. അതെ, പാർട്ടിക്ക് ഒരു പ്രശ്നം വരരുത്. ഞാനിപ്പോൾ എനിക്ക് വേണേൽ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് 2 ദിവസം കഴിഞ്ഞിട്ടും ഇതിന്റെ കാര്യം കറക്റ്റായിട്ട് വോട്ടർ പട്ടികയിൽ വന്നില്ലെങ്കിൽ എനിക്ക് മത്സരിക്കാൻ പറ്റില്ല, കൂടുതൽ ആൾക്ക് മത്സരിക്കാൻ പറ്റില്ല. അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ. അതിലും നല്ലത്. നിലപാട് വ്യക്തമാണ്. എന്തായാലും മത്സര രംഗത്ത് സജീവമാകാൻ വേണ്ടി എത്തിയതാണ്. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു തിരിച്ചടി എന്നാണ് പറയുന്നത്. പകരം ആളെ കണ്ടെത്തിയിട്ടുണ്ട്, അത് പാർട്ടി പ്രഖ്യാപിക്കുമെന്നും വീണ നായർ പറയുന്നു.